ജൂലൈ 7-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കഷനായിട്ട് ഉള്ളതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് സോറോ വാറുമായി ബന്ധപ്പെട്ടതാണ്. DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൺട്രിയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ലൈറ്റ് ടാങ്ക് ആണ് സോറോ വാർ. അതായത് നമ്മൾ യുദ്ധാവശ്യമൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കാണ് സോറോ വാർ എന്ന് വിളിക്കുന്നത് ഓർത്ത് വെക്കുക. ഈ സോറോ വാറിനെ സംബന്ധിച്ചാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സോറോ വാർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ലൈറ്റ് ടാങ്ക് ആണ്. അതായത് വലിയൊരു ഹെവി ടാങ്ക് അല്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു ടാങ്ക് ആണ് നോർമൽ യൂസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ DRDOയും LRTയും ചേർന്ന് L&T ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയും ചേർന്നിട്ടുകൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ എൻജിൻ തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻ എൻജിനുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജർമ്മൻ എൻജിനുകൾ പ്രൊക്യൂർ ചെയ്യുന്നതിന് ടൈം ഡിലേ ഉണ്ടായപ്പോൾ കുമ്മിൻസിൻ്റെ എൻജിൻസ്, അതായത് ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക്കലി എൻജിൻ മാനുഫാക്ചർ ചെയ്യാനും കുമ്മിൻസിൻ്റെ എൻജിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലെ മെയിൻ പവർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 1400 HP എൻജിനാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സോറോ വാറിൽ ഏകദേശം 100 ഹോഴ്സ് പവറിൻ്റെ എൻജിനാണ് 1000 HP-യുടെ 1000 ഹോഴ്സ് പവർ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുമ്മിൻസിൻ്റെ കൂടെ തന്നെ ആയിട്ട് 1400 HP എഞ്ചിനും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഹെവി ടാങ്ക് ആയിട്ടുള്ള അർജുൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി. ഇപ്പോൾ സോറോ വാർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ടാങ്ക് ആണ്, അർജുൻ എന്ന് പറഞ്ഞാൽ ഹെവി ടാങ്ക് ആണ്. ഇപ്പോൾ സോറോ വാർ ലൈറ്റ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് വെയിറ്റ് കുറവാണ്, ചെറിയ പവർ എഞ്ചിനാണ്. സോ ഇതിന് വേഗത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഹെവി വെഹിക്കിൾ ആകുമ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയതുകൊണ്ട് കുറേ കൂടി വേഗത്തിൽ പോകാൻ വേണ്ടി പറ്റും. വേഗത്തിൽ നമുക്കൊരു ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഈവൻ എക്സ്ട്രീം വെതർ സിറ്റുവേഷനിലും എക്സ്ട്രീം ഹൈറ്റിലും വരെ ഇതിന് കയറാൻ വേണ്ടി പറ്റും. അതായത് മിനിമൽ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടാങ്കുകളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ DRDOയും L&Tയും ചേർന്നുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് കോമ്പോണൻസ് വേണം. ഇത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസുകൾ വഴിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. അതിൻ്റെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഓരോ കോമ്പോണൻറ്റുകളും നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇന്ത്യയുടെ ഡിഫൻസ് അതായത് ഡെവലപ്മെൻറ്റ് ഡിഫൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ വഴിയാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അതിനൊരു ഉദാഹരണമാണ് സോറോ വാർ എന്നുകൂടി നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോറോ വാർ എന്താണെന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സോറോ വാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ടാങ്ക് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്ത് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള S. കൃഷ്ണനാണ്. അദ്ദേഹമാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഈ ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ രാജ്യം എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സ് കൺട്രോൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാറുകളായിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, എല്ലാം ഇലക്ട്രോണിക്സ് കൺട്രോളാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് കൺട്രോളിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിൻ വേണം അല്ലേ. ഇത്തരത്തിലുള്ള ബ്രെയിനുകളെയാണ് നമ്മൾ സാധാരണ ചിപ്പുകൾ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസസിൽ ചെറിയ ചെറിയ ചിപ്പുകളാണെങ്കിൽ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ കാറുകളിലൊക്കെ വരുമ്പോൾ അതിൽ ECU ഇലക്ട്രോണിക് കോമ്പോണൻറ്റ് കൺട്രോളിങ് യൂണിറ്റ് ECU എന്ന് പറയുന്ന കോമ്പോണൻറ്റുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഇലക്ട്രിക് കാറുകളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കോമ്പോണൻറ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രെയിൻസ് അല്ലെങ്കിൽ കൺട്രോളിങ് സിസ്റ്റംസിൻ്റെ ആവശ്യം ഭയങ്കര കൂടുതലാണ്. നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരുന്ന സമയത്ത് അതിൽ ഈ ഒരു ചിപ്പുകളുടെ ആവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇലക്ട്രോണിക് എക്സ്പോർട്ട് ഇൻഡസ്ട്രിയാണ് നമ്മുടെ രാജ്യത്ത്. $110 ബില്യൺ ഇക്വാലൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ 18 മുതൽ 20% മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇതിൽ അസംബ്ലിയും ലേബറും മാത്രമാണ്. അതായത് വിദേശത്തു നിന്ന് കോമ്പോണൻറ്റുകൾ കൊണ്ടുവരും, നമ്മുടെ രാജ്യത്തെ ആൾക്കാർ അത് അസംബിൾ ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം ആക്ച്വലി ഈ അസംബ്ലി ആൻഡ് ലേബർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിനും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അതിനുള്ള ഫാക്ടറി ഉണ്ടാക്കണം, അതിനുള്ള ആൾക്കാർ വേണമെന്ന് മാത്രം. സ്വാഭാവികമായിട്ടും ഈ അസംബ്ലി വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് രാജ്യത്തിന് ഭയങ്കര റിസ്ക് ആണ്. കാരണം ഈ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന വലിയ വാല്യൂ അത് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലേബറിനും അതുപോലെ തന്നെ
ഡിപ്പെൻഡ് ചെയ്ത് കൂടെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള വാല്യൂ അഡീഷൻ, പ്രത്യേകിച്ചും ഇതിൻ്റെ റോ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുക, ഇതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ചൈനയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തതാണ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന IC ചിപ്പ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ എന്ന് പറയുന്നത് ഇന്റലിൻ്റെയൊക്കെ ചിപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, സെമി കണ്ടക്ടർ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൃത്യമായിട്ട് എഫേർട്ട് ഇടുന്നത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ 76,000 കോടിയുടെ ഇൻസെൻറ്റീവ് പ്രോഗ്രാമുകൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും 50% സബ്സിഡി വരെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇൻസെൻറ്റീവ്സ് എല്ലാം കൂടി ടോട്ടൽ 75% സബ്സിഡി വരെ ഗവൺമെൻറ് നൽകുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. കൂടുതൽ ഫണ്ടിങ് യൂണിയൻ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുമെന്നും ഫൈനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്നു. അതുവഴി ഈ ഒരു സെക്ടറിലേക്ക് കൂടുതൽ സംഭാവനകൾ നൽകാൻ വേണ്ടി പറ്റും എന്നാണ് മിനിസ്ട്രി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ അസംബ്ലി ലൈനിലോ ലേബറിൻ്റെ മേലെയോ അല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ചും അസംബ്ലി ലൈൻ, ലേബർ സപ്ലൈ എന്നതിലുപരിയായിട്ട് കോമ്പോണൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുക, പുറത്തുനിന്നുള്ള കോമ്പോണൻറ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം കൂടുതൽ കോമ്പോണൻറ്റുകൾ നമ്മുടെ രാജ്യത്ത് മാനുഫാക്ചർ ചെയ്യണം. ഓർത്തു വെക്കുക, ഇത്ര പോലുള്ള ഒരു ചിപ്പാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇതിൽ ഒരുപാട് മൈക്രോ ലെവൽ അല്ലെങ്കിൽ വളരെ പ്രിസിഷൻ റിക്വയർഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആണ് അറ്റോമിക് ലെവലിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഹൈ എൻഡ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇത്തരം കോമ്പോണൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും തായ്വാനും കൊറിയയും ജപ്പാനും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ലീഡിംഗ് മാനുഫാക്ചേഴ്സിൽ നിന്ന് നമ്മൾ ഇൻപുട്ടുകൾ എടുത്തുകൊണ്ട് അവരുടെ രാജ്യത്ത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ രാജ്യത്തും കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇവിടെ വലിയൊരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫാബ്രിക്കേഷൻ പ്ലാന്റുകളും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി മാത്രമല്ല, അതിനു പകരം മൊത്തത്തിൽ എൻറ്റയർ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതായത് ഒരുപാട് സപ്ലയേഴ്സിനെ ഉണ്ടാക്കണം. നമ്മുടെ രാജ്യത്ത് തന്നെ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പോണൻറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന സപ്ലയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ഉണ്ട്, അത് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി, അതിനാവശ്യമായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബ്രെയിൻ പവർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് നല്ലതായിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ R&D സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്, മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഇഷ്യൂവിനെയും കൂടി അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു സെമി കണ്ടക്ടർ സൂപ്പർ പവർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മൊത്തം ലോകത്തിൻ്റെ ഡിസൈൻ ഫോഴ്സിൻ്റെ 20 മുതൽ 25% എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരാണ്, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു റിസോഴ്സിനെ നമ്മുടെ രാജ്യത്തിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ രാജ്യത്തിന് ഒരു ഗ്ലോബൽ പവറായിട്ട് മാറാൻ പറ്റും. നമ്മൾ ആക്ച്വലി മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് നല്ല ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ട്, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ലിമിറ്റേഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യുക, പ്രിസിഷൻ പ്ലാന്റുകൾ, ഈ കോമ്പോണൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ പ്ലെയറായി മാറാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സെൻട്രൽ ഗവൺമെൻറ് മാത്രം വിചാരിച്ച കാര്യമില്ല. സെൻട്രൽ ഗവൺമെൻറ്റും മറ്റ് മിനിസ്ട്രീസുമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ടും പ്രൈവറ്റ് കമ്പനികളുമായിട്ടും അക്കാദമിയാസുമായിട്ടും R&D ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും എല്ലാം സഹകരിച്ച് വേണം ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ചും ലോകം മുന്നോട്ട് പോകുന്ന ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആണ്, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് എന്ന് കരുതി പോകുന്ന ടൈപ്പ് ഓഫ് ഹ്യൂമൻസ്, ഒരു വിഭാഗം ഹ്യൂമൻസ് ടിബറ്റൻ പ്ലാറ്റ്യൂവിൽ 1,60,000 വർഷം മുന്നേ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എവിഡൻസുകൾ നേച്ചർ എന്ന് പറയുന്ന മാഗസീനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മനുഷ്യന്മാരെയാണ് ഡെനിസോവൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഡെനിസോവൻസ്, എന്താണ് ഇവിടുന്ന് ടിബറ്റൻ പ്ലാറ്റ്യൂ എന്നുള്ള ഇൻഫർമേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.